നമ്മളിപ്പോൾ ശ്രമിക്കുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം 24-ാം അധ്യായം 31-ാം തിരുലിഖിതമാണ്. പ്രഭാഷകൻ 24:31. ഞാൻ എൻ്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. ഇതാ എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായി. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തെക്കുറിച്ച് തിരുലിഖിതങ്ങളിൽ ദൈവം വെളിപ്പെടുത്തുകയാണ്. ഇതിനെക്കുറിച്ച് ഞാനൊരു അനുഭവം നിങ്ങളോട് പറയാം. ഒരു വ്യക്തി തൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കണം എന്നതാണ് ഈ തിരുലിഖിതം പഠിപ്പിക്കുന്നത്. എൻ്റെ തോട് നദിയായി മാറാൻ, എൻ്റെ നദി സമുദ്രമായി മാറാൻ എൻ്റെ ഹൃദയത്തിൽ ആദ്യമേ ഒരു തീരുമാനം ആവശ്യമാണ്. ആദ്യമേ മനസ്സിലൊരു നിശ്ചയം ആവശ്യമാണ്. ഹൃദയത്തിന്റെ നിലപാട് പരിശുദ്ധാത്മ സംബന്ധമായ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഹൃദയം പരിശുദ്ധാത്മാവിനോട് തുറക്കുന്നുണ്ടെങ്കിലേ, ഇന്ന് ഹൃദയം പരിശുദ്ധാത്മാവിനോട് നിശ്ചയം ചെയ്തിട്ടുണ്ടെങ്കിലേ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിൽ ആ ഹൃദയങ്ങളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ അട്ടപ്പാടി മലമുകളിൽ ഒരു ഇടവകപ്പള്ളി വികാരിയായിരുന്നു. ആ ഇടവകപ്പള്ളി വികാരിയായിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഈ സ്തുതിപ്പ്, കയ്യടി, പാട്ട്, രോഗശാന്തി, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊന്നും കാര്യമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. വചനം നന്നായി പ്രസംഗിക്കാൻ അറിയാം, ആളുകളെ നന്നായി കുമ്പസാരിപ്പിക്കാൻ അറിയാം. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളാണ് സർവ്വപ്രധാനം എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു മൂഢസ്വർഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ അന്ന് ജനങ്ങളുടെ വിടുതലിന് വേണ്ടി വലിയ സമരങ്ങളും പോലീസ് സ്റ്റേഷൻ മാർച്ചൊക്കെ സംഘടിപ്പിക്കുന്നതിൽ ഞാൻ കുറച്ച് അർത്ഥം കണ്ടെത്തിയിരുന്നു. ജനങ്ങളുടെ വിടുതലിന് വേണ്ടി എന്ത് ചെയ്യണം? സമരം ചെയ്യണമെന്നായിരുന്നു എൻ്റെ ധാരണയിരുന്നത്. അങ്ങനെ സമരങ്ങൾ ചെയ്തുകൊണ്ട് നടന്നിരുന്ന കാലം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പാലക്കാട് രൂപതയിലുള്ള പൊന്നങ്കോട് എന്ന് പറഞ്ഞ ഇടവകയിൽ ഒരു വലിയ കരിസ്മാറ്റിക് കൺവെൻഷൻ നടന്നു. ആ കരിസ്മാറ്റിക് കൺവെൻഷന് പോട്ട ആശ്രമത്തിൽ അന്ന് ഡയറക്ടറായിരുന്ന മാത്യു ഇലവങ്കൽ അച്ഛനാണ് അന്ന് നേതൃത്വം കൊടുത്തിരുന്നത്. കൊച്ചു മാത്യു അച്ഛൻ. ആ അച്ഛൻ ആ കൺവെൻഷൻ ദിവസങ്ങളിൽ ഒരു മെസ്സേജ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ മെസ്സേജ് എങ്ങനെയാണ്? ഇതാണ് പാലക്കാട് രൂപതയിൽ നിന്ന് ഒരച്ഛനെ കർത്താവ് അഭിഷേകം ചെയ്ത് ഉയർത്തുന്നു. ഞാൻ ആ കൺവെൻഷന് പോയിട്ടുമില്ല. ആ കൺവെൻഷൻ ഒരു ദിവസം പോയി ഞാൻ കൂടിയിട്ടില്ല. ഞാനിവിടെ പോലീസ് സ്റ്റേഷൻ ധരണയും പിക്കറ്റിങ്ങും മാർച്ചുമായിട്ട് നടക്കുകയാണ്. അല്ലാതെ ഇങ്ങനെ കയ്യടിയും പാട്ടുമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ കാര്യമില്ലെന്നായിരുന്നു എൻ്റെ ചിന്ത. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താൻ പാതി ദൈവം പാതി. നമ്മുടെ കാര്യം ആര് നോക്കണം? അവനവൻ നോക്കിയാൽ അവനവന് കൊള്ളാം. ഇതായിരുന്നു എൻ്റെ പ്രിൻസിപ്പിള്. അല്ലാതെ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രവർത്തനമോ ദൈവത്തിന്റെ ഇടപെടലോ ഇതൊന്നും കാര്യമായി അനുഭവമില്ലാതിരുന്ന ഒരു കാലഘട്ടം. അതാണ് യുവത്വത്തിന്റെ കാലഘട്ടം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോ ഞാനിത് കേട്ടിട്ടുമില്ല. ഇങ്ങനെ കൊച്ചുമാത്യച്ചൻ അവിടെ കൺവെൻഷൻ ഗ്രൗണ്ടിൽ അനൗൺസ് ചെയ്യുന്ന കാര്യം ഞാൻ കേട്ടിട്ടുമില്ല. കാരണം ഞാൻ ധാരണയ്ക്കിരിക്കുകയാണ്. പിന്നെ ഞാനിവിടെ എങ്ങനെ കേൾക്കും? അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞു, 2-3 മാസം കഴിഞ്ഞു. ഒരു ദിവസം ഞാൻ എൻ്റെ അട്ടപ്പാടിയിലുള്ള കാരറ ഇടവകയിൽ നിന്ന് ഞാൻ അഗളി പള്ളിയിലേക്ക് ഒരു ആവശ്യത്തിന് വന്നു. അങ്ങനെ അഗളി പള്ളിയിലേക്ക് വന്നപ്പോൾ ഇതാ അവിടെ കുറച്ച് കൊച്ചച്ഛന്മാർ, എൻ്റെ പ്രായത്തിലുള്ള കുറച്ച് കൊച്ചച്ഛന്മാർ കൂട്ടം കൂടിയിരുന്ന് തമാശ പറഞ്ഞ് ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, കൂട്ടരെ എന്താണ് ഇങ്ങനെ തമാശ പറയുക? എന്താ വിഷയം എന്ന് ചോദിച്ചു. എന്താണ് വിഷയം എന്ന് ചോദിച്ചു. അപ്പോൾ ആ അച്ഛൻ കൊച്ചച്ഛന്മാർ എന്നോട് ചോദിച്ചു, അച്ഛൻ ഇതുവരെ അറിഞ്ഞില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു,
3 മാസങ്ങൾക്ക് മുമ്പ് പൊന്നങ്കോട് കൺവെൻഷനിൽ അവിടെ ധ്യാനിപ്പിച്ച ധ്യാനഗുരു വെച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതാ പാലക്കാട് രൂപതയിൽ നിന്ന് ഒരച്ഛനെ കർത്താവ് അഭിഷേകം ചെയ്ത് ഉയർത്തുന്നു. എന്നിട്ട് അവർ തമാശ പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോൾ ഒരച്ഛൻ തമാശ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഒരുപക്ഷെ ഈ അച്ഛനെങ്ങാനും ആയിരിക്കുമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാനത് കേട്ടപ്പോൾ കാര്യം ധരണയും പിക്കറ്റിങ്ങും മാർച്ചൊക്കെയാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കണമെങ്കിലും എനിക്ക് തോന്നി ഇതൊരു നല്ല കാര്യമാണ്. ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്തുകയല്ല, നല്ല കാര്യമാണ്. ഞാൻ ആ കൂട്ടത്തിൽ നിന്ന് മാറി പുറത്തേക്ക് ഇറങ്ങി ആ കോണിയുടെ സൈഡിലേക്ക് മാറി നിന്നിട്ട് ഞാൻ പരിശുദ്ധാത്മാവോട് പറഞ്ഞു, പരിശുദ്ധാത്മാവേ, ഞാനത് അംഗീകരിക്കുന്നു, ഇതൊരു നല്ല കാര്യമാണ്, അങ്ങയുടെ പ്രവർത്തനം എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ എൻ്റെ ധ്യാനത്തിന് വന്നിട്ടില്ലെങ്കിലും ഞാൻ 3 മാസം കഴിഞ്ഞാണ് ഇത് കേൾക്കുന്നത്, എങ്കിലും അത് എനിക്കിഷ്ടമാണ്, ഇങ്ങോട്ട് വന്നേക്ക്, ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് തൊട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ത്വരിതപ്പെട്ടു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം അത്ഭുതകരമായി വ്യാപരിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് എൻ്റെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് വ്യത്യാസങ്ങൾ ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മാറി ഇപ്പം എന്തായി? ഇപ്പം ഞാൻ ഇതുപോലെയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അതിശക്തമായ വിധം സമൃദ്ധമാകണമെങ്കിൽ ആദ്യം ആ വ്യക്തി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ ഹൃദയം കൊണ്ട് അംഗീകരിക്കണം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ ഹൃദയം കൊണ്ട് അംഗീകരിക്കണം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനോടൊരു മതിപ്പ് തോന്നണം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തോടൊരു ഹൃദയത്തുറവ് വേണം. എൻ്റെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം, എൻ്റെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് ഇടപെടണം, ഈ പ്രശ്നത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടണം, എൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നത് ഞാൻ സ്വീകരിക്കാം. ഇങ്ങനെയുള്ള ഹൃദയത്തിന്റെ ഒരു നിശ്ചയം ഇവിടെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനും നിങ്ങൾ ഹൃദയത്തിൽ നിശ്ചയം എടുക്കുന്നിടത്ത് അതിന്റെ മുകളിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 24-ാം അധ്യായം അതിൽ 31-ാം വാക്യം. ഇതാ ഒരു ദൈവ പൈതൽ ആ ദൈവ പൈതലിന്റെ അനുഭവം പറയുകയാണ്. ദൈവ പൈതൽ പറയുകയാണ്, ഞാൻ എൻ്റെ ഉപവനം നനയ്ക്കുകയും എൻ്റെ തോട്ടം കുതിർക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. ഇതാ എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായി. എത്രയോ സമൃദ്ധിയിലാണ് ഇവിടെ ദൈവം ചെയ്യുന്നത്. ഇതൊരു പരിശുദ്ധാത്മ അഭിഷേകത്തെ കുറിച്ചാണ് ഈ വചനത്തിൽ വെളിപ്പെട്ട് കിട്ടുന്നത്. ഒരു മനുഷ്യൻ വിചാരിച്ചത് എന്താണ്? ആ മനുഷ്യൻ വിചാരിച്ച് ഇത്രയേ ഉള്ളൂ, എൻ്റെ ഉപവനം നനച്ചു കിട്ടണം, എൻ്റെ ഉപവനം ഒന്ന് നനയ്ക്കും, എൻ്റെ തോട്ടം ഒന്ന് കുതിർക്കും, ഇത്തിരി പമ്പിൽ വെള്ളോ അല്ലെങ്കിൽ ബക്കറ്റിലുള്ള കോരി ഒഴിച്ചോ ഒന്ന് കുതിർക്കും, ഒന്ന് നനയ്ക്കും, ഒന്ന് നനയ്ക്കണം എന്നേ ഈ മനുഷ്യൻ ചിന്തിച്ചിട്ടുള്ളൂ. എന്നാൽ ഈ തീരുമാനം എടുത്തപ്പോൾ തന്നെ ദൈവം എന്ത് ചെയ്തു? ഇപ്പോൾ എന്താണോ ഉള്ളത് അത് മൾട്ടിപ്ലൈഡ് ക്വാണ്ടിറ്റിയിൽ, അത് ചിന്തിക്കാനാവാത്തത്ര സമൃദ്ധിയിലേക്ക് പെരുകുന്ന അഭിഷേകമാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ തീരുമാനം എന്റെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ഹല്ലേലൂയ. ഇന്ന് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇങ്ങനെ മുരടിച്ചിരിക്കുന്നത്? ഇന്ന് എന്തുകൊണ്ടാണ് അനേകം വിശ്വാസികൾ ഇന്ന് മുരടിച്ചിരിക്കുന്നത്? ഇന്ന് എന്തുകൊണ്ടാണ് അനേകം വിശ്വാസികൾക്ക് ആത്മീയമായ മേഖലകളിൽ അവർ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരാത്തത്? ഇന്ന് എന്തുകൊണ്ടാണ് കിട്ടിയ അഭിഷേകം വർദ്ധിക്കാത്തത്? മാമോദിസയിൽ നമുക്ക് അഭിഷേകം ലഭിച്ചിട്ടുണ്ട്, മറ്റനേകം വിശുദ്ധ കൂദാശകളിൽ നമുക്ക് അഭിഷേകം ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ അഭിഷേകങ്ങൾ ഉയർന്നില്ല? എന്തുകൊണ്ട് അഭിഷേകങ്ങൾ സമൃദ്ധി പ്രാപിക്കുന്നില്ല? എന്തുകൊണ്ട് അഭിഷേകത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല? അഭിഷേകത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാത്തതിന്റെ ഒരു കാരണം ഹൃദയത്തിന്റെ കുരുട് പിടിച്ച ചിന്തയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ സംശയം, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ കാണുമ്പോൾ എതിർപ്പ്, പരിശുദ്ധാത്മാവിന്റെ ഓരോരോ തരത്തിലുള്ള മഹിമകളും മഹാതിശയങ്ങളും കാണുമ്പോൾ കുരുട്ടുപിടിച്ച ചിന്ത. കുരുട്ടുബുദ്ധിയും കുരുട്ടു ചിന്തക്കാരനും ഒരിക്കലും അഭിവൃദ്ധി പ്രാപിക്കുകയില്ല. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 3-ാം വാക്യം, കുടിലബുദ്ധി മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മഹാതിശയങ്ങൾ കാണുമ്പോൾ ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവെ എനിക്ക് നിന്നെ ഇഷ്ടമായി, പരിശുദ്ധാത്മാവെ എനിക്ക് നിന്നോട് വലിയ മതിപ്പാണ്, നിന്റെ പ്രവർത്തനം എൻ്റെ മേൽ വേണം,
നിന്റെ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ വേണം. എൻ്റെ മുമ്പിൽ നീ രാജാവായി നടക്കണം. എൻ്റെ പുറകിലും എൻ്റെ സൈഡിലും എൻ്റെ മുകളിലും എൻ്റെ ഹൃദയത്തിലും നീ രാജാവായി ഇരിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഹൃദയം തുറന്ന് സംസാരിക്കണം. പരിശുദ്ധാത്മാവിനോട് അടിസ്ഥാന തീരുമാനങ്ങൾ എടുക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിനോട് തീരുമാനം എടുക്കുന്ന വ്യക്തിയാണെങ്കിലോ, പരിശുദ്ധാത്മാവോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ, പരിശുദ്ധാത്മാവ് നിരന്തരം ഡെയിലി ഇടപെടുന്ന ഒരു വ്യക്തിയാണെങ്കിലോ, ഇതാ ഇവിടെ ഒരു മനുഷ്യൻ ഒരു നേരം ഇടപെട്ടു, അദ്ദേഹത്തിന്റെ മേൽ ദൈവത്തിന് സമൃദ്ധി ലഭിച്ചത്, ഇതാ എന്റെ തോട് നദിയായി, എന്റെ നദി സമുദ്രമായി. ഈ വിധം പരിശുദ്ധാത്മാവ് സമൃദ്ധി ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ നിരന്തരം ഡെയിലി പരിശുദ്ധാത്മാവ് ഇടപെട്ടാലോ, പരിശുദ്ധാത്മാവ് സംസാരിച്ചാലോ, ആ മനുഷ്യൻ വേനൽക്കാലം എന്തെന്ന് അറിയുകയില്ല. ദൈവത്തിന്റെ അഭിഷേകം എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി പ്രാപിക്കാൻ ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിന്റെ ശക്തിയെ അംഗീകരിക്കണം. ദൈവത്തിന്റെ ആത്മാവിനെ അംഗീകരിക്കണം. ദൈവത്തിന്റെ ആത്മാവിനെ അംഗീകരിച്ചിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കണം. അതാണ് ലൂക്കായുടെ സുവിശേഷം 11:9 പരിശുദ്ധാത്മ സംബന്ധമായ വിഷയങ്ങളിൽ യേശുക്രിസ്തു പ്രബോധനം നൽകുമ്പോൾ യേശുക്രിസ്തു നൽകുന്ന അതിപ്രധാനമായ പ്രബോധനമാണ് ലൂക്കായുടെ സുവിശേഷം 11 അതിൽ 9 അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും, ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു. ഇതൊരു ഗ്രാൻഡ് ഓഫറാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും മൊബൈൽ കമ്പനി ഇങ്ങനത്തെ ഒരു ഓഫർ തന്നിട്ടുണ്ടോ? ഒന്നുമില്ല. ചോദിച്ചാൽ മതി. ഇതുവരെയൊക്കെ ഉള്ളത് 299 ഉറുപ്പിയെങ്കിലും അടച്ചാലേ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത് കിട്ടുള്ളൂ. ഇതൊന്നും അടയ്ക്കണ്ട, സൗജന്യ കണക്ഷൻ. ഹല്ലേലൂയ. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു. ഇതാണ് കർത്താവ് സ്ഥാപിച്ചിരിക്കുന്ന തത്വം. ഇതിന്റെ പേരാണ് സ്വർഗത്തിന്റെ ഗ്രാൻഡ് ഓഫർ. ഹല്ലേലൂയ. പരിശുദ്ധാത്മ സംബന്ധമായ കാര്യത്തിൽ സ്വർഗം നമുക്ക് മുമ്പേ വെച്ചിരിക്കുന്ന വലിയൊരു ഓഫറാണിത്. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു സംഗതി കൊണ്ടുവരാം. ഇതാ ദാവീദ് എന്ന് പറയുന്ന ഒരു കൊച്ചുമകൻ, അവൻ ആടിനെ മേയിച്ച് നടക്കുന്നവനായിരുന്നു. അവന് കാര്യമായിട്ട് യുദ്ധാഭ്യാസമോ എന്തെങ്കിലും സൈനിക പരിശീലനമോ ലഭിച്ചിരുന്നോ? അവന്റെ കായിക ശേഷിയും വലിയ ഗുണമുള്ളതായിരുന്നില്ലെന്നാണ് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ദാവീദിന് ചേട്ടന്മാരുണ്ടായിരുന്നു, ഭീമക്കുറ്റികള്, പൊണ്ണത്തടിയന്മാര്, ആരോഗ്യമുള്ളവര്. അതുകൊണ്ട് അവന്റെ അപ്പൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ സൈന്യത്തിൽ ചേർന്നോ, നിങ്ങൾ ആരോഗ്യമുള്ളവരാണ്. എന്നാൽ ദാവീദിനെ നോക്കുമ്പോൾ അതിന് പറ്റിയൊരു ആരോഗ്യമോ ഒരു ശേഷിയോ ഒന്നും ദാവീദിന് കാണാത്തത് കൊണ്ട് ദാവീദിന്റെ ആരോഗ്യമുള്ള ചേട്ടന്മാരെല്ലാം സൈനിക ശുശ്രൂഷയ്ക്ക് വിട്ടിട്ട് ദാവീദിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ 5-6 ആടുണ്ട്, നീ ആടിനെ മേയിച്ച് നടന്നു, നിനക്ക് അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദാവീദിന്റെ ആരോഗ്യസ്ഥിതി നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം കാണാൻ നല്ല മനോഹര രൂപനായിരുന്നെങ്കിലും യുദ്ധത്തിന് പോകാൻ പറ്റുന്ന ആരോഗ്യം അവനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവന്റെ അപ്പൻ അവനോട് പറഞ്ഞത്, നീ ഈ വീട്ടിലുള്ള കോഴി, ആട് ഇതിനൊക്കെ നോക്കി ഇവിടെ നടന്നാൽ മതി, ഇതിന്റെ ചുറ്റിനൊക്കെ നടന്നോ, കുഴപ്പമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ ബൈബിളിൽ കാണുന്നത്? ഒരു നാൾ അവൻ തൻ്റെ സഹോദരങ്ങൾ യുദ്ധം ചെയ്യുന്ന യുദ്ധഭൂമിയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇതാ ഒരു ഭീകരമായ അലർച്ച കേൾക്കുകയാണ്. എന്താ അലർച്ച? ഫിലിസ്തീയ നാട്ടിലുള്ള ഒരു മല്ലൻ, ഒരു ഉഗ്രൻ, ഒരു പർവ്വതം പോലെ നിൽക്കുന്ന ഒരു മല്ലൻ ഗോലിയാത്ത് അലറുകയാണ്. അവൻ എന്താ അലറിയത്? അവൻ പറഞ്ഞു, ഈ ഇസ്രായേൽ നാട്ടിലുള്ള രാജാവിനെയും ജനതകളെയും സൈന്യത്തെയും അവരുടെ ദൈവത്തെയും ശപിച്ചും ദുഷിച്ചും നിന്ദിച്ചും സംസാരിക്കുന്നതാണ് ദാവീദ് കേട്ടത്. ഇത് പല നാളുകൾ ആവർത്തിച്ചിരുന്നു എന്ന് തിരുലിഖിതങ്ങൾ വായിക്കുകയാണ്. എന്നാൽ ഇത് കേട്ടപ്പോഴൊന്നും ആർക്കും ഒന്നും തോന്നിയില്ല. ഒരൊറ്റ ഒരെണ്ണം അതിനെതിരെ ചിന്തിക്കാൻ കൂട്ടാക്കിയില്ല. എന്നാൽ ഈ ചെറുബാലൻ വന്നപ്പോൾ ഇതാ ഭീകരമായ അലർച്ച. ഉടനെ അവൻ ഈ മല്ലനായ ഈ ഹിമാലയ പർവ്വതം പോലെ നിൽക്കുന്ന ഈ ഗോലിയാത്തിന് എതിരെ യുദ്ധം ചെയ്യാനുള്ള അഭിഷേകത്തിനായി അവന്റെ ഹൃദയം ഉണർന്നു. അവൻ പറഞ്ഞു, ജീവിക്കുന്ന ദൈവത്തിന്റെ സേനയെ നിന്ദിക്കുന്ന ഈ അപരിച്ഛേദിതൻ ഇവൻ ആരാണ്? ഇവനെ നിലയ്ക്കുന്നവൻ ആരുമില്ലേ? ഇല്ലെങ്കിൽ ഞാനിപ്പോ ഇറങ്ങും എന്ന വിധത്തിൽ ഇവന്റെ ഹൃദയം ഉണർന്നു. ഇവൻ ദൈവസന്നിധിയിൽ അഭിഷേകം പ്രാപിക്കുകയാണ്. ഇവൻ ഈ മല്ലനെ തകർക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി ഇവന്റെ ഹൃദയം ഉണർന്നു. ഇവൻ നേരെ സാവൂളിന്റെ അടുത്തേക്ക് പോയി. അവരുണ്ടായിരുന്നവർ പറഞ്ഞു, രാജാവിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം അവന്റെ ഉള്ളിൽ അവൻ തീരുമാനം എടുത്തിരുന്നു, ഇവനോട് ഞാൻ എതിരിടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവനോട് ഞാൻ എതിരിടും. ഇവൻ തീരുമാനം എടുത്തിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അവന്റെ ഹൃദയം ഇതാ അതിനുവേണ്ടിയുള്ള അഭിഷേകത്തിനായി ദൈവത്തിന്റെ തീരുമാനം എടുക്കുന്ന സമയം ആ തീരുമാനത്തിന്റെ അഭിഷേകം ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥനയുടെ ഒരു രീതിയാണ് ഹൃദയം കൊണ്ടുള്ള തീരുമാനം എടുക്കൽ. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ മദ്യപാനം നടക്കുന്നൊരു കുടുംബമാണെങ്കിൽ നിങ്ങൾ ഹൃദയം കൊണ്ടൊരു തീരുമാനം എടുത്തു നോക്കി, എൻ്റെ കുടുംബത്തിലെ മദ്യപാനം എന്നേക്കുമായി നിർത്താനുള്ള നടപടി ഞാൻ ചെയ്തിരിക്കും, എൻ്റെ കുടുംബത്തിലുള്ള മദ്യത്തിനെതിരെ ഞാൻ പോരാടുമെന്ന് തീരുമാനം എടുത്തു നോക്കിയേ, അതിനുള്ള അഭിഷേകം ആ സമയത്ത് സ്വർഗത്തിൽ നിങ്ങളുടെ മേൽ പ്രവഹിക്കാൻ തുടങ്ങും. നിങ്ങൾ പുകവലിയുടെ ദുരന്തത്തിൽപ്പെട്ട് അങ്ങനെ പുകവലി കൂടിയൊരു കുടുംബത്തിൽ നിന്ന് അറിയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരിൽ നിന്ന് പുകവലി പോകണമെന്നൊരു തീരുമാനം എടുക്കാൻ നിങ്ങളുടെ ഹൃദയം കൊണ്ട് ധൈര്യപ്പെട്ട് നോക്ക്. അതിനുള്ള അഭിഷേകം, ആ കുടുംബത്തിൽ നിന്ന് പുകവലി തുരത്താനുള്ള അഭിഷേകം നിങ്ങളുടെ മേൽ അപ്പത്തൊട്ട് കർത്താവ് പ്രവഹിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. നിങ്ങളുടെ കുടുംബ സന്ധ്യാപ്രാർത്ഥന ഇല്ലാത്ത, ദൈവാരാധന ഇല്ലാത്ത, ദൈവിക അഭിഷേകം ഇല്ലാത്ത, താന്തോന്നികളായ നെറികെട്ട ദുർവൃത്തരായ മക്കള് നിറഞ്ഞൊരു കൂട്ടമുള്ള കുടുംബമാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരാൾ ദൈവവചനം കേട്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഹൃദയം കൊണ്ട് തീരുമാനം എടുക്കുമെന്ന് വിചാരിക്കുക, എൻ്റെ കുടുംബത്തിലെ ഈ അവസ്ഥ മാറ്റണം, അതിനുവേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങും. അങ്ങനെ ഹൃദയം കൊണ്ട് തീരുമാനം എടുക്കുന്ന സമയം ഇതാ ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ പ്രവഹിക്കുകയാണ്. ദാവീദ് ഹൃദയം കൊണ്ടൊരു തീരുമാനം എടുത്തു. അപ്പോൾ അവന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിച്ച് അവൻ സൗൽ രാജാവിന് മുമ്പിലേക്ക് ചെന്നു. അവൻ ഗോലിയാത്തിന് മുമ്പിലേക്ക് ആനയിക്കപ്പെട്ടു. കല്ലുകൾ പറക്കരുത്, പക്ഷീനെയും പട്ടിനെ എറിഞ്ഞ പരിചയം മാത്രമേ അവനുള്ളൂ, വേറെ വലിയ പരിചയമൊന്നുമില്ല. ആ പരിചയത്തിന് മേൽ ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിച്ച് അവൻ അവിടെ കിടന്ന രണ്ട് കലപ്പം ഈ പർവ്വതം പോലെ നിൽക്കുന്ന ഗോലിയാത്ത്, ആരടാ നീ, ഇങ്ങോട്ട് വാടാ, നിന്നെ എറിയാക്കുമെന്ന് പറഞ്ഞ് അവനങ്ങനെ അമറുകയാണ്. അവനങ്ങനെ അമറിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ പരിചയമില്ലാത്ത ഈ ദാവീദ് അവിടെ കിടന്ന് രണ്ട് കല്ലെടുത്ത് കൊടുത്തൊരു വീക്ക് അവന്റെ നിർഗം തല കർത്താവ് തകർത്ത്. ഉടനെ അവൻ ഓടിച്ചെന്ന് അവന്റെ അരയിൽ നിന്ന് വാളങ്ങോട്ട് ഊരിയെടുത്ത് അവന്റെ നെഞ്ചത്ത് കയറി നിന്ന് അവന്റെ കഴുത്തിനിട്ട് കൊടുത്തു വിട്ട്. അങ്ങനെ അവന്റെ നെഞ്ചത്ത് കയറി നിൽക്കുന്നത് ദാവീദിന് പറയാവുന്ന ഒരു വചനമാണിത്. ഇതാ എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായി. ആദ്യം ദാവീദിന് മേൽ ചെറിയൊരു അഭിഷേകം ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ ഹൃദയത്തിൽ അവൻ ഈ പ്രതികൂലത്തെ ചെറുക്കാൻ ഒരു തീരുമാനം എടുത്തപ്പോൾ ദൈവത്തിന്റെ സമൃദ്ധി, അഭിഷേകത്തിന്റെ സമൃദ്ധി അവന്റെ മേൽ കരകവിഞ്ഞൊഴുകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോനിക്ക പുണ്യവതിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഗസ്തീനോസ് കുടുംബത്തിൽ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മോനിക്ക പുണ്യവതി നിരാശപ്പെട്ടില്ല, കരഞ്ഞില്ല, സങ്കടപ്പെട്ടില്ല. മോനിക്ക പുണ്യവതി തീരുമാനം എടുത്ത് എൻ്റെ മകന് വിശുദ്ധനായി മാറണം. പാപത്തിന്റെ അങ്ങ് അറ്റത്ത് കിടക്കുന്നവനാണ് അഗസ്തീനോസ്, പക്ഷെ അവിടെ തകർന്നില്ല. മോനിക്ക പുണ്യവതി തീരുമാനം എടുത്തു, എൻ്റെ മകനെ ഒരു വിശുദ്ധനാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തീരുമാനത്തിന്മേൽ ദൈവത്തിന് സമൃദ്ധി ഒഴുകി. അങ്ങനെ ലോകത്തിൽ സഭയിലെ ഒരു വലിയ വിശുദ്ധൻ അഗസ്തീനോസ് രൂപാന്തരപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ അഭിഷേകം എൻ്റെയും നിങ്ങളെയും ജീവിതത്തിൽ ഒഴുകണമെങ്കിൽ ആദ്യം ഒരു തീരുമാനം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു തീരുമാനം. പ്രൈസ് ദി ലോർഡ്, ഉറക്കെ പറ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നിങ്ങളുടെ ജീവിതത്തില്, നിങ്ങളുടെ കുടുംബത്തില്, നിങ്ങളുടെ ഇടവകയില് അരാജകത്വം നടമാടുമ്പോൾ അതിന്റെ മുമ്പില് ഇങ്ങനെ ഭയചകിതരായി എന്താ ചെയ്യാ, ലോകം നശിച്ച് എന്ന് പറഞ്ഞ് നിരാശവാക്കുകൾ പറയാനുള്ളവരല്ല ഞാനും നിങ്ങളും. ആ അരാജകത്വത്തെ തകർക്കാൻ, ആ അന്ധകാരത്തിന് നിർഗന്ധത തകർക്കാൻ, ആ തിന്മയുടെ കോട്ടകളെ തകർക്കാനുള്ള ഈ കാലഘട്ടത്തിന്റെ അഭിഷേകത്തെ പ്രാപിക്കാനുള്ളവരാണ്. അതിനുവേണ്ടി ആദ്യം എന്നിൽ നിങ്ങളും ദൈവം ആഗ്രഹിക്കുന്നത് ഒരു തീരുമാനമാണ്, ഒരു ഹൃദയത്തുറവിയാണ്, ഹൃദയത്തിനൊരു നിലപാടാണ്. ദാനിയേലിന്റെ പുസ്തകം 1:8 ദാനിയേലിന്റെ മേൽ അഭിഷേകം വർദ്ധിക്കാനുള്ള ഒരു സംഭവത്തെ കുറിച്ച് അവിടെ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 1:8 ദാനിയേലിനെ രാജാവ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദാനിയേൽ ഹൃദയത്തിലൊരു നിശ്ചയം ഉറപ്പിക്കുന്നുണ്ട്. ദാനിയേൽ പറയുകയാണ്, രാജാവ് കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ അവൻ കഴിച്ചിരുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ താൻ മലിനമാവുകയില്ല എന്ന് ദാനിയേൽ നിശ്ചയിച്ചുറപ്പിച്ചു. അവന്റെ മേൽ അഭിഷേക സമൃദ്ധി വ്യാപരിച്ചു. ആ കൊട്ടാരത്തിൽ ഏറ്റവും തെളിവുള്ളവനായി പരിശുദ്ധാത്മാവിനെ നടത്തി, അത്ഭുത വിജയത്തിലുള്ള പരിശുദ്ധാത്മാവിനെ നടത്തി. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയം കൊണ്ട് പരിശുദ്ധാത്മാവിന് തീരുമാനമെടുത്താൽ ഇത് ദൈവത്തിന്റെ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാകും. എൻ്റെ ഓവനം ഞാൻ നനയ്ക്കുകയും എൻ്റെ തോട്ടം ഞാൻ കുതിർക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. ഇതാ എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായി. ഇപ്പോൾ ചെറിയ അഭിഷേകം
ഒരു അഭിഷേക സമൃദ്ധിയായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹൃദയത്തിന്റെ ഒരു നിശ്ചയം ഇവിടെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. എഴുന്നേറ്റ് നിൽക്കാം. ഈ നിമിഷങ്ങളിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനും ഓരോ മകളും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ചേർന്ന് ഒരു നിശ്ചയം എടുക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ ചുറ്റിനുമുള്ള അന്ധകാരത്തിന്റെ പ്രതികൂലം എന്താണ്? നിങ്ങളുടെ ചുറ്റിനുമുള്ള തിന്മയുടെ ആധിപത്യങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങളുടെ ചുറ്റിനും ദൈവരാജ്യത്തിന്റെ നാശം ആഗ്രഹിച്ച് ദൈവരാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടാത്മാക്കളുടെ ഏതൊക്കെ തരത്തിലുള്ള ഉപദ്രവങ്ങളാണുള്ളത്? അതിൻ്റെ മേൽ ദൈവാത്മാവിന്റെ അഭിഷേകം ഉയരാത്തതിന് ഒരു കാരണം തീരുമാനമെടുക്കുന്നവയില്ല എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങളുടെ നാട്ടിൽ മദ്യപാനം പെരുകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം അതിനെതിരെയുള്ള ആത്മാവിന്റെ അഭിഷേകത്തെ സ്വീകരിക്കാനുള്ളവർ അവിടെ ഇല്ല എന്നുള്ളതാണ്. ഇന്ന് നിങ്ങളുടെ നാട്ടിൽ കൈക്കൂലി കരിഞ്ഞൊന്ന് പെരുകുന്നുണ്ട്, അതിനൊരു കാരണം ആ തിന്മയെ തകർക്കാനുള്ള ദൈവത്തിന്റെ അഭിഷേകത്തെ സ്വീകരിക്കാനുള്ള ഹൃദയത്തുറവിയോടെ തീരുമാനമെടുക്കാൻ ഒരാളെങ്കിലും ആ നാട്ടിലുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് കണ്ണുകളടച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ വന്ന് നിറയണം. ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ അഭിഷേകമായി, ഒരു പുതിയ കൃപയായി ഞങ്ങളുടെ മേൽ നിറയണമേ. Lord Jesus. സങ്കീർത്തന പുസ്തകം 16-ാം അധ്യായം 8-ാം തിരുവചനം. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അവിടുന്ന് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, എൻ്റെ വലതുഭാഗത്ത് അവിടുന്ന് ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. സങ്കീർത്തകനായ ദാവീദ് തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ദൈവത്തെ ഏറ്റുപറയുകയാണ്. 12-ാം സങ്കീർത്തനത്തിൽ 7-ാമത്തെ തുല്യഗീതം വചനം പഠിപ്പിക്കുന്നു, കർത്താവിന്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ്. 7 ആവർത്തി ഉലയിൽ ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണത്. 7 ആവർത്തി ഉലയിൽ ശുദ്ധി ചെയ്ത വെള്ളിയാണത്. ദൈവം വിശുദ്ധ ലിഖിതങ്ങളുടെ വാക്ക് നൽകിയിരിക്കുന്ന ഒരു വാക്ക് പോലും മാറ്റം വരികയില്ല. അവിടുന്ന് സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായിക്കുക തന്നെ ചെയ്യും. 2 കരങ്ങൾ ഉയർത്തി, മകനെ മകളെ, നിന്റെ രോഗത്തിൽ, കടബാധ്യതയിൽ, ക്ഷീണത്തിൽ, കുടുംബ തകർച്ചയിൽ, സമാധാനമില്ലാത്ത അവസ്ഥയിൽ ദൈവമായ കർത്താവിന്റെ അത്ഭുത ഇടപെടലിന് വേണ്ടി ഈ നിമിഷങ്ങളിൽ നീ കരഞ്ഞ് പ്രാർത്ഥിക്കുമോ? നീ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുമോ? ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിലവിളിക്കുമെങ്കിൽ ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇതാ ഇപ്പോൾ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജാവായ ദൈവമായ കർത്താവിന്റെ അത്ഭുത ശക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. രോഗികൾ കർത്താവ് യേശുക്രിസ്തുവിനെ ഉറക്കെ വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ തകർച്ചകൾ വിട്ടുമാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ വഴക്കും വക്കാണവും കുടുംബകലഹങ്ങളും കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബത്തിൽ മക്കളുണ്ടാകാത്ത കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. മക്കളില്ലാത്ത കുടുംബങ്ങൾക്ക് യേശുവിന്റെ നാമത്തിന് അത്ഭുത ശക്തിയാൽ ഇപ്പോൾ മക്കളെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മാറാ രോഗങ്ങൾ, പകർച്ചവ്യാധികളാൽ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളിൽ നിന്ന് പകർച്ചവ്യാധികളും രോഗത്തിന്റെ ആധിപത്യങ്ങളും യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തഴക്കദോഷങ്ങൾ, ദുശീലങ്ങൾ, പാപത്തിന്റെ അടിമത്തങ്ങൾ, പൈശാചിക പീഡകൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, മാറാനാഥ. എൻ്റെ പേര് ലിസി ജോൺ. ഞാൻ കോങ്ങാട് നിന്ന് വരുന്നു. 12 വർഷമായി എൻ്റെ ഈ 2 കാലിൻ്റെ ഇവിടെ ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു. ഞാൻ ഡോക്ടറെ അടുത്ത് പോയി നോക്കിയപ്പോൾ എൻ്റെ യൂട്രസിലും ഓവറിലും എല്ലാ വർഷവും മുഴ വരുമായിരുന്നു. ഓരോ വർഷവും വെക്കേഷൻ്റെ സമയത്ത് ഇത് DNC ചെയ്ത് കളയുമായിരുന്നു. ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ യൂട്രസും ഓവറിയും എല്ലാം എടുത്തു കളയണം. 2 വർഷം മുമ്പ് യൂട്രസും ഓവറിയും എല്ലാം എടുത്തു കളഞ്ഞതിൻ്റെ 2-ാം ദിവസം വീണ്ടും ഈ കാലിൻ്റെ 2 വശവും തൊടയുടെ 2 വശവും പൊട്ടി ഒഴുകാൻ തുടങ്ങി. ഒത്തിരിയേറെ മരുന്ന് കഴിച്ചു. പാലക്കാട് ഡിസ്ട്രിക്റ്റിലും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലും സകല സ്കിൻ ഡോക്ടറും ഗൈനക്കോളജിസ്റ്റും നോക്കി. അപ്പോൾ അവർ പറഞ്ഞു 100-ൽ 1-2 പേർക്ക് വരാവുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് ഇതെന്ന്. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഇവിടെ ആദ്യ വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചു. ജൂൺ മാസം
ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് ആരാധനയുടെ സമയത്ത് വിളിച്ചു പറഞ്ഞു, അലർജി മൂലം വിഷമിക്കുന്ന 5 പേരെ ഈശോ സുഖപ്പെടുത്തുമെന്ന്. ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ഈശോയെ അതിൽ ഒരാൾ ഞാനായിരിക്കണമെന്ന്. ഈശോ എൻ്റെ പ്രാർത്ഥന കേട്ടു. അന്നു മുതൽ ഇന്ന് വരെയും എനിക്ക് ആ അസുഖം ഇതുവരെയും ഉണ്ടായിട്ടില്ല. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. Lord Jesus.